Hello all. So in this video we are going to say about characteristics of transducers. Okay. So മുമ്പത്തേതിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻസ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതാണ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ വാങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നമ്മളത് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് ഏത് ടൈപ്പ് ഓഫ് അതായത് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായാലേ നമുക്ക് ഏത് സെൻസർ വാങ്ങണം എന്നൊക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു സെൻസർ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങണം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഈ ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ബേസ് ചെയ്തിട്ട് ആണ് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആക്കി ഡിവൈഡ് ചെയ്തത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റാറ്റിക് എന്താണ്? Static characteristics describe the performance of a transducer when the measured quantity remains constant or changes very slowly with time. Okay, അപ്പോൾ സ്റ്റാറ്റിക് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ഒന്ന് ചേഞ്ച് ചെയ്യൂല. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യാത്തതാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യും എന്ത്? ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ പെർഫോമൻസ് ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമ്മളത് മെഷർ ചെയ്യുമ്പം അത് ഡിസ്ക്രൈബ് ചെയ്യും. അത് കോൺസ്റ്റൻറ്റും ആവാം, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതും ആവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, നമ്മൾ റൂമത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റൂമത്തെ ടെമ്പറേച്ചറൊക്കെ എപ്പോഴും ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആവും അല്ലേ. പിന്നെ എപ്പോഴേലും ഒരു ചേഞ്ച്, ജസ്റ്റ് ഭയങ്കര മൈന്യൂട്ട് ചേഞ്ച് വന്നാലേ വരുള്ളൂ, അല്ലാതെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും റൂമിൻ്റെ ടെമ്പറേച്ചറിൽ പെട്ടെന്ന് വരില്ല. ഓക്കെ, അതൊരു എക്സാമ്പിളാണ് സ്റ്റാറ്റിക്കിൻ്റെ. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ കുറച്ച് സബ്ബായിട്ട് വരുന്നുണ്ട്. അപ്പം അതിൽ ആക്യുറസി ഉണ്ട്, പ്രിസിഷൻ ഉണ്ട്, റേഞ്ച് ഉണ്ട്, സ്പാൻ ഉണ്ട്, അങ്ങനെ താഴേക്ക് പറയുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആക്യുറസി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആക്യുറസി എന്താ എല്ലാവർക്കും അറിയോ? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ടേബിളുണ്ട്. അപ്പോൾ ആ ടേബിളിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ ഓരോരുത്തർ അളക്കുകയാണ്. ഓക്കെ, മെഷർ ചെയ്യാണ്. അപ്പോൾ ഒരാൾക്ക് ചിലപ്പം 100 കിട്ടും, ഒരാൾക്ക് ചിലപ്പോൾ 99 കിട്ടും, ഒരാൾക്ക് 99.5 കിട്ടും, ഒരാൾക്ക് 98 കിട്ടും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ വാല്യൂസ് ആവും കിട്ടുക. ചിലർക്ക് സെയിം വാല്യൂ കിട്ടും, പക്ഷേ ചെറിയ മൈന്യൂട്ട് മാറ്റങ്ങളുണ്ടാവും. ഓക്കെ, അപ്പം ആരെ മെഷർമെൻറ്റാണ് കറക്റ്റ് നമ്മളെങ്ങനെ നോക്കുക? നമുക്കിപ്പോൾ ഒരു ആക്ച്വൽ വാല്യൂ ഉണ്ടാവും, അതായത് ആ ടേബിളിൻ്റെ ലെങ്ത്ത് ശരിക്കും 100 ആണ്. അപ്പോൾ 100 കിട്ടിയതോ അല്ലെങ്കിൽ 100നോട് ഭയങ്കര ക്ലോസ് കിട്ടിയൊരു വാല്യൂ ആണ് ആക്യുറേറ്റ് വാല്യൂ. ഓക്കെ, അപ്പം ആക്യുറസി എന്താണ്? ആ ആക്യുറേറ്റ് വാല്യൂവിനെ ആക്ച്വൽ വാല്യൂയിലേക്ക് ക്ലോസ് ആവുന്ന വാല്യൂ ആണ് ആക്യുറേറ്റ് വാല്യൂ. ഓക്കെ, അതിനാണ് ആക്യുറസി എന്ന് പറയുന്നത്. സോ ആക്യുറസി റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ. അപ്പോൾ നമ്മൾ അളക്കുന്ന വാല്യൂൻ്റെ ക്ലോസ്നെസ്, എന്തിനോടുള്ള ക്ലോസ്നെസ്? ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ്. ഓക്കെ, നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീനായിട്ടുള്ള അതിൻ്റെ ട്രൂ വാല്യൂനോട് മാച്ച് ചെയ്യുന്ന മെഷേർഡ് വാല്യൂ ആണ് ആക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ വിത്ത് ഹൈ ആക്യുറസി പ്രൊഡ്യൂസസ് മെഷർമെൻറ്റ്സ് ദാറ്റ് ആർ വെരി ക്ലോസ് ടു ദ ആക്ച്വൽ വാല്യൂ. ഓക്കെ, അപ്പം ഈ ആക്ച്വൽ വാല്യൂ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈ ആക്യുറസിയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, സോ ആബ്സല്യൂട്ട് എറർ ഇസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. ഓക്കെ, ഒരു മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു മെഷർ ചെയ്തപ്പോൾ ഒരു സെൻസറാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഷർ ചെയ്ത വാല്യൂ ആണ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താണ്? ഇപ്പോൾ നമ്മളൊരു റൂമിൻ്റെ ടെമ്പറേച്ചർ നോക്കുക, അപ്പോൾ ശരിക്കും റൂമിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരു സെൻസർ വെച്ച് അത് സെൻസ് ചെയ്യുമ്പോൾ അത് 29 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രൂ വാല്യൂ 30 ആണ്, മെഷർ ചെയ്ത വാല്യൂ ആണ് 29. ഓക്കെ, അപ്പോൾ ആബ്സല്യൂട്ട് എറർ എങ്ങനെ കാണുക? നമ്മൾ മെഷർ ചെയ്ത വാല്യൂന്ന് ശരിക്കത്തെ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആബ്സല്യൂട്ട് എറർ കിട്ടും. ഓക്കെ, ആബ്സല്യൂട്ട് എറർ നമുക്ക് ആബ്സല്യൂട്ട് എറർ എന്താ പറയുക? നമ്മൾ ആക്ച്വൽ വാല്യൂ മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പിന്നെ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഈ എററിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് പറയുന്നത്. ഓക്കെ, എററും ട്രൂ വാല്യൂ തമ്മിലൊരു പെർസെൻറ്റേജ് ആണ് പറയുന്നത്. അപ്പം നമുക്ക് മുകളിൽ കിട്ടുന്ന ആബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ നോക്കുമ്പോഴാണ് എന്ത് കിട്ടുക? റിലേറ്റീവ് എറർ കിട്ടുക. ഓക്കെ, സോ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കുക. റൂമിൻ്റെ ടെമ്പറേച്ചർ ഇപ്പം റൂമിൻ്റെ അല്ല, ഒരു ടെമ്പറേച്ചർ 100 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അങ്ങനെ അപ്പം റൂമിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ട്രൂ വാല്യൂ ആണ് എത്ര? 100, അതായത് ഒറിജിനൽ ഇത് 100 ആണ്. ഓക്കെ, പിന്നെ സെൻസ് ചെയ്ത് കിട്ടിയ വാല്യൂ 98 ആണ്. അപ്പം മെഷേർഡ് വാല്യൂ എത്രയാണ്? 98 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് നോക്കുക? മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. അപ്പോൾ മെഷേർഡ് വാല്യൂ 98, ട്രൂ വാല്യൂ 100, അപ്പം -2 അതാണ് ഇവിടെ കിട്ടിയത്, -2 ഡിഗ്രി. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി റിലേറ്റീവ് എറർ എങ്ങനെയാണ് കാണുക? റിലേറ്റീവ് എറർ കാണുക
മുകളിൽ കിട്ടിയ ആക്ച്വൽ എറർ അതെത്ര -2. ഓക്കെ, ഡിവൈഡഡ് ബൈ എത്ര റിലേറ്റീവ് എറർ ട്രൂ വാല്യൂ എത്ര 100/100. അപ്പോൾ അത് 0.2 കിട്ടും =2%. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് മെഷേർഡ് ക്വാളിറ്റി. അപ്പോൾ മെഷർ ചെയ്ത ക്വാളിറ്റി എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അത് ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ഹൈ ആക്യുറസി മീൻസ് ലോവർ മെഷർമെൻറ്റ് വാല്യൂ. അപ്പോൾ ആക്യുറേസി കൂടുമ്പം മെഷർമെൻറ്റിലുള്ള എറേഴ്സ് കുറവാണ്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ വേരിയസ് ഇൻഡസ്ട്രിയൽ മെഷർമെൻറ്റ്സിനും സയൻറ്റിഫിക് മെഷർമെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യും ആക്യുറസി എന്നുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണ് പ്രിസിഷനാണ്. ഓക്കെ, പ്രിസിഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ക്ലോസ്നെസ് എമംഗ് എ സെറ്റ് ഓഫ് മെഷേർഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഓഫ് മെഷേർഡ് വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുക നമ്മളിപ്പം ടെമ്പറേച്ചർ നോക്കുകയാണ്. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ ടെമ്പറേച്ചർ നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പം നമ്മൾ 50 ഡിഗ്രി ആണ് ഫസ്റ്റ് വായിക്കുമ്പം കിട്ടുക. പിന്നെ ഒരു 50 ഡിഗ്രി പിന്നെ കിട്ടും. പിന്നെ ഒരു 50.1 ഡിഗ്രി കിട്ടും. പിന്നെ ഒരു 50 ഡിഗ്രി കിട്ടും. അങ്ങനെ നമ്മളിപ്പം മെഷർ ചെയ്തുകൊണ്ട് നിൽക്കുക. കണ്ടിന്യൂസ്ലി ഒരു 4 വാല്യൂ നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലേ? വാല്യൂസൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം ഇതിനെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുക? അതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. ഇവിടെ കൊടുത്തുണ്ടാവും സെറ്റ് ഓഫ് മെഷേർഡ് വാല്യൂസ് ഉണ്ടാവും. അതിൻ്റെ ക്ലോസ്നെസ്സിനാണ് എന്ത് പറയുക? പ്രിസിഷൻ എന്ന് പറയാം. ഓക്കെ, so precision is the closeness among repeated measurements of the same quantity under identical condition. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ എന്നുള്ള കണ്ടീഷൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാല്യൂസും അതിനാണ് അത് ഒക്കെ ഏകദേശം സെയിം ആണോ എന്ന് നോക്കുന്നതാണ് പ്രിസിഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലെറ്റ് XT ബി ദ ട്രൂ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ XT ബി ദ ട്രൂ വാല്യൂ എന്ന് കൊടുക്കണം. അപ്പോൾ ട്രൂ വാല്യൂ എത്ര നമുക്കുള്ളത്? XT. ഓക്കെ, XT is the true value. ആക്ച്വൽ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ടെമ്പറേച്ചറോ എന്തോ ആവട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ മെഷർ ചെയ്യണ വാല്യൂ എത്രയാണ്? മെഷർ ചെയ്യണ വാല്യൂസാണ് X1, X2 എക്സെട്ര XI. ഓക്കെ, ഇതാണ് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസ്. X2 എക്സെട്ര XI. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ മുകളിൽ പറയാം ടെമ്പറേച്ചർ 50, 51 അങ്ങനെ പറഞ്ഞല്ലോ. അതേപോലെ X1, X2 ജനറലൈസ് ചെയ്ത് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ആണ് X1, X2, XI. ഓക്കെ, സോ ലെറ്റ് XT ബി ദ ട്രൂ വാല്യൂ ഓഫ് ദ വേരിയബിൾ X ആൻഡ് റാൻഡം എക്സ്പെരിമെൻറ്റ് മെഷേഴ്സ് X1, X2, X5 ആസ് ദ വാല്യൂസ് ഓഫ് X. അപ്പോൾ Xൻ്റെ വാല്യൂസ് ആണ് ഇതൊക്കെ. ഓക്കെ, ദ മെഷർമെൻറ്റ്സ് X1, X2, XI ആർ സെറ്റ് ടു ബി പ്രിസൈസ്. അപ്പോൾ ഇവരൊക്കെ പ്രിസൈസ് ആണെന്ന് പറയുക എപ്പോഴാണ്? ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ഈവൺ ഇഫ് ദേ ആർ നോട്ട് ക്ലോസ് ടു XI. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണ് റൂമിൻ്റെ ടെമ്പറേച്ചർ ഇപ്പം 100 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ സെൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് 50 ഡിഗ്രി, 50.1 ഡിഗ്രി, പിന്നെ 50 ഡിഗ്രി തന്നെ പിന്നെയും കിട്ടി, പിന്നെ 50.2 ഡിഗ്രി കിട്ടി. ഇതൊക്കെ എന്താ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ട്രൂ വാല്യൂ ആയിട്ട് ഇത് സെയിം അല്ല. മനസ്സിലായോ? ട്രൂ വാല്യൂ 100 മറ്റത് 50 ആണ്. അത് ഭയങ്കര ചേഞ്ച് ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ഈ 50 ഇതൊക്കെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണല്ലോ. ഇതൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിസൈസ് ആണെന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? set to be precise when they are very close to other even if they are not close to true value. ട്രൂ വാല്യൂനോട് ക്ലോസ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർ മെഷേർഡ് വാല്യൂസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിസൈസ് ആണെന്ന് പറയാം. ഇഫ് ദ മെഷേർഡ് വാല്യൂ ആർ ക്ലോസ് ടു ട്രൂ വാല്യൂ ദ മെഷർമെൻറ്റ്സ് ആർ സെറ്റ് ടു ബി ആക്യുറേറ്റ്. അപ്പം ട്രൂ വാല്യൂനായിട്ട് മെഷർ ചെയ്ത വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആക്യുറേറ്റ് എന്ന് പറയാം, മുകളിൽ പറഞ്ഞത്. പിന്നെ സെറ്റ് ഓഫ് മെഷേർഡ് വാല്യൂസ് തമ്മിൽ സെയിം ആണെങ്കിലാണ് പ്രിസൈസ്. ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ ട്രൂ വാല്യൂം മെഷേർഡ് വാല്യൂം സെയിം ആണെങ്കിൽ അത് ആക്യുറസി. നമ്മൾ മെഷേർഡ് ചെയ്ത ഡിഫറെൻറ്റ് വാല്യൂസ് സെറ്റ് ഓഫ് വാല്യൂസ് സെയിം ആണെങ്കിൽ അത് പ്രിസിഷൻ. ഓക്കെ, ദിഫോർ ആക്യുറസി മെഷേഴ്സ് ആർ ജനറലി പ്രിസൈസ്. ആക്യുറസി പൊതുവേ പ്രിസൈസ് ആണ്. കാരണം ആക്യുറേറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ ക്ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ ആക്യുറേറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ബട്ട് പ്രിസൈസ് മെഷർമെൻറ്റ്സ് ആർ നോട്ട് ആക്യുറേറ്റ്. പ്രിസൈസ് ആക്യുറേറ്റ് ആവണമെന്നില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ റൂമിൻ്റെ ടെമ്പറേച്ചർ 100 ആണ്, റൂമിൻ്റെത് 100 ആണ്, പക്ഷെ നമുക്ക് കിട്ടിയത് 50.1, 50. അപ്പോൾ ഇതൊക്കെ പ്രിസൈസ് ആണ്. പക്ഷേ ഇത് തമ്മിൽ നല്ല ചേഞ്ച് ഉള്ളതുകൊണ്ട് അതെന്താണ് ആക്യുറേറ്റ് അല്ല. ഓക്കെ, സോ പ്രിസിഷൻ ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് എഗ്രിമെൻറ്റ് എമംഗ് സക്സസീവ് മെഷർമെൻറ്റ്സ് ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻ. ഓക്കെ, സോ എക്സാമ്പിൾ ഇഫ് റിപ്പീറ്റ് അവിടെ എക്സാമ്പിൾ നോക്കാം. ടെമ്പറേച്ചേഴ്സ് കണ്ടോ? ഇതാണ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ ടെമ്പറേച്ചേഴ്സ്. ഇതാ ആദ്യം 49.8 കിട്ടി, പിന്നെ 49.9, 50, 49.9 അങ്ങനെ നമുക്ക് 4 പ്രാവശ്യം മെഷർ ചെയ്തപ്പോൾ ഈ വാല്യൂസൊക്കെ കിട്ടി.
അപ്പം ഇത് കണ്ടോ, ഈ വാല്യൂസൊക്കെ ഏകദേശം സെയിം ആണ്, മീൻസ് ക്ലോസ് ആണ് ഭയങ്കര. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈലി പ്രിസൈസ് ആണെന്ന് പറയും, കാരണം ഇവർ ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് ഹൈലി പ്രിസൈസ് ആണെന്ന് പറയും. ഓക്കെ, precision refers to the closeness among repeated measurements of the same quantity under identical condition. അപ്പോൾ ഒരു സെയിം ക്വാണ്ടിറ്റി, അതായത് ടെമ്പറേച്ചർ ഒരു ക്വാണ്ടിറ്റി ആണല്ലോ, അപ്പോൾ ആ ടെമ്പറേച്ചറിന് റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ് ഐഡൻറ്റിക്കൽ കണ്ടീഷൻ, ഏകദേശം ഒരേ കണ്ടീഷനിൽ. ട്രാൻസ്ഡ്യൂസർ മേ ബി പ്രിസൈസ് വിത്തൗട്ട് ബീങ് ആക്യുറേറ്റ്. അപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസർ പ്രിസൈസ് ആവാം, പക്ഷേ ആക്യുറേറ്റ് ആവണമെന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നോക്കി ടെമ്പറേച്ചറൊക്കെ 40, ഇതൊക്കെ സെയിം ആണല്ലോ, ഇതൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇത് നമുക്ക് പ്രിസൈസ് ആണ്, പക്ഷേ ആക്ച്വൽ വാല്യൂ ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ മാച്ച് ഇല്ലല്ലോ, അപ്പോൾ അത് ആക്യുറേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ പ്രിസൈസ് ആവാം, പക്ഷേ ആക്യുറേറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, a transducer may be precise without being accurate if all the readings are close to each other but far from the true value. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഇതിലെന്താ പറയണത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്ക്, ഇപ്പോൾ ഈ ഇങ്ങനെ 3 സർക്കിൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഉള്ളിലത്തേതാവും ആക്ച്വൽ വാല്യൂ. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ മെയിൻ വാല്യൂ. അപ്പോൾ ആ മെയിൻ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഈ എല്ലാ എലമെൻറ്റ്സും പെടുന്നുണ്ട്, പിന്നെ അത് ക്ലോസുമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതെന്താണ്, ആക്യുറസിയും ഉണ്ട്, പ്രിസിഷനും ഉണ്ട്. ഇവിടെ പറയുന്നത് നമ്മൾ മെയിൻ ആക്ച്വൽ വാല്യൂ ഈ നടുവത്തെ സർക്കിളാണല്ലോ, അപ്പോൾ ആക്ച്വൽ വാല്യൂൻ്റെ ഉള്ളിലൊന്നുമില്ല, പക്ഷേ വാല്യൂസൊക്കെ അടുപ്പിച്ചാണ്. അപ്പോൾ പ്രിസിഷൻ ഉണ്ട്, പക്ഷേ ആക്യുറസി ഇല്ല. ഓക്കെ, ഇതെന്താണ്, പ്രിസിഷനും ഇല്ല, ആക്യുറസിയും ഇല്ല, കാരണം സർക്കിളിൻ്റെ നടുവിൽ തന്നെ ഫുള്ളില്ല, അപ്പോൾ എന്തായാലും ആക്യുറസി ഇല്ല. പിന്നെ ബാക്കിയൊക്കെ അടുത്താണുള്ളത്, അതുമല്ല, അപ്പോൾ എന്താണ്, ആക്യുറസിയും ഇല്ല, പ്രിസിഷനും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് റേഞ്ച് ആൻഡ് സ്പാൻ. ഓക്കെ, റേഞ്ച് ആൻഡ് സ്പാൻ പറയുമ്പം റേഞ്ച് ഫസ്റ്റ് പറയാം. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇസ് എ മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് എ ട്രാൻസ്ഡ്യൂസർ ഓർ സെൻസർ ക്യാൻ മെഷർ ആക്യുറേറ്റ്ലി. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരു തെർമോമീറ്റർ പറഞ്ഞാൽ എന്താ, നമുക്ക് ടെമ്പറേച്ചർ നോക്കാൻ. ഓക്കെ, സോ ഒരു തെർമോമീറ്റർ എടുക്കുകയാണ്. അപ്പോൾ ഈ തെർമോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ ടെമ്പറേച്ചർ വാല്യൂവും കിട്ടുമോ? ഇല്ലല്ലോ. അതായത് ടെമ്പറേച്ചർ, ഈ തെർമോമീറ്റർ എന്താ, നമ്മൾ പനിയുണ്ടോ, നമ്മളെ ബോഡി ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ലിമിറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? തെർമോമീറ്ററിന് ആ ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ അളക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, വേറൊരു സാധനമൊന്നും നമുക്ക്, വേറൊരു വലിയ മെഷീൻ്റെ ടെമ്പറേച്ചറൊന്നും നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പം എല്ലാ ഇൻസ്ട്രുമെൻസിനും അതിൻ്റേതായിട്ടുള്ള ഓൺ ലിമിറ്റ് ഉണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് ലിമിറ്റ് ഉണ്ട്. ആ ഒരു ഓപ്പറേറ്റിംഗ് ലിമിറ്റാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്പെസിഫൈ ദ ഓപ്പറേറ്റിംഗ് ലിമിറ്റ്സ് വിത്തിൻ വിച്ച് ദ സെൻസർ ക്യാൻ ഫങ്ഷൻ പ്രോപ്പർലി. അപ്പം ആ ഓപ്പറേറ്റിംഗ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സെൻസറിന് അത് കറക്റ്റ്ലി പ്രോപ്പറായിട്ട് അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ആർ ടി ഡി എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ യൂസ് ഫോർ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് മേ ഹാവ് റേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ ആർ ടി ഡിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് -200 ഡിഗ്രി തൊട്ടിട്ട് 800 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ ഈ ആർ ടി ഡിക്ക് അളക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്താണ്, ഈ ഒരു വാല്യൂ ആണ് അതിൻ്റെ റേഞ്ച്, മനസ്സിലായോ? ഇപ്പോൾ ഒരു തെർമോമീറ്ററിന് 40 to 90 ഡിഗ്രി വരെ അളക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് 40 to 90 ആണ്. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലേ? ഇനി സ്പാന്. ഓക്കെ, സ്പാൻ എന്താ? സ്പാൻ എന്ന് പറഞ്ഞാൽ സ്പാൻ ഇസ് ദ ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് റേഞ്ച്. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു തെർമോമീറ്റർ ഫോർ എക്സാമ്പിൾ ആട്ടോ, അതിൻ്റെ കറക്റ്റ് മെഷറിംഗ് വാല്യൂ ഇതൊന്നല്ല. ഒരു തെർമോമീറ്റർ 40 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 90 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് മെഷർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഇതാണ്. ഓക്കെ, പിന്നെ സ്പാൻ എന്താ? സ്പാൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, നമ്മൾ 90 - 40 ദാറ്റ് ഈസ് 50, അതാവും അതിൻ്റെ സ്പാൻ. റേഞ്ച് ഉള്ളതിൻ്റെ മീൻസ് അതിൻ്റെ മിനിമം മാക്സിമം വാല്യൂസ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്താ 90, മിനിമം വാല്യൂ എന്താ 40, അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് സ്പാൻ കിട്ടുക. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആർ ടി ഡിൻ്റെ എന്താ -200 to 800 ആണ് പറഞ്ഞു. അപ്പോൾ 800 നിന്ന് -200 കുറയ്ക്കുമ്പോൾ 1000 ഡിഗ്രി കിട്ടും, അതാണ് അതിൻ്റെ സ്പാന്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സ്പാനും റേഞ്ചും. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി. വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി? സെൻസിറ്റിവിറ്റി എന്താ അറിയോ? ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളടുത്തൊരു മൈക്കുണ്ട്, രണ്ട് മൈക്കുണ്ട്. ഓക്കെ, അപ്പം ഒരു മൈക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ചെറിയൊരു സൗണ്ട് വന്നാൽ വരെ ആ മൈക്ക് ഡിറ്റക്റ്റ് ചെയ്യും. മറ്റേ മൈക്ക് അത്ര ഇല്ല, വലിയ സൗണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ കേൾക്കുള്ളൂ.
അപ്പോൾ ഫസ്റ്റത്തെ മൈക്കിൽ നമ്മളിപ്പോൾ ഒരു ബ്രീത്ത് ചെയ്യുമ്പോൾ വരെ കേൾക്കും, മറ്റേൽ സംസാരിക്കുമ്പോഴതേ കേൾക്കുള്ളൂ. അപ്പോൾ ഏതാ മോർ സെൻസിറ്റീവ്? ഈ ഭയങ്കര മൈന്യൂട്ട് സൗണ്ട് വരെ കേൾക്കുന്നതാണ് മോർ സെൻസിറ്റീവ്. ഓക്കെ, സോ ഈ ട്രാൻസ്ഡ്യൂസറിൽ ഇങ്ങനെ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, സെൻസിറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ടു റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി. അപ്പം സ്മോൾ ചേഞ്ചസ് ആണെങ്കിൽ വരെ അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. അപ്പം എന്തെങ്കിലും ഒരു ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പം അതിനനുസരിച്ച് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും, അതിനാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു മെഷറിനാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റത്തിനാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എക്സ് ഇസ് ദ ഇൻപുട്ട് ക്വാണ്ടിറ്റി ആൻഡ് വൈ ഇസ് ദ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി, സെൻസിറ്റിവിറ്റി ഇസ് എസ്. ഓക്കെ, അപ്പം ഈ സെൻസിറ്റിവിറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇൻപുട്ട് എന്താണ്? എക്സ് ഇസ് ദ ഇൻപുട്ട്. ഓക്കെ, ഇൻപുട്ട് ഇസ് ഈക്വൽ ടു എക്സ്, ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? dy/dx, അതായത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് അതാണ് ഇൻപുട്ടിലുള്ള ചേഞ്ച്. ഓക്കെ, അപ്പം ഇതാണ് സെൻസിറ്റിവിറ്റി നോക്കുക, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഓക്കെ, ട്രാൻസ്ഡ്യൂസർ വിത്ത് ഹൈ സെൻസിറ്റിവിറ്റി പ്രൊഡ്യൂസസ് എ ലാർജ് ചേഞ്ച്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു ബ്രീത്ത് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കേൾക്കും, ആ മൈക്കിൽ വരികയാണെങ്കിൽ പുറത്തൊക്കെ അത് എല്ലാ സൗണ്ടും കേട്ടുകൊണ്ടിരിക്കും, മനസ്സിലായോ? അപ്പം സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ഔട്ട്പുട്ട് ചേഞ്ചുകൾ കൊണ്ടുവരും. മറ്റേതോ ഹൈ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് മെഷേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും അത് കാണിക്കുമല്ലോ, അതാണ് സെൻസിറ്റിവിറ്റി. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ തെർമോകപ്പിൾ ദാറ്റ് പ്രൊഡ്യൂസസ് 2 MV at 20 degree Celsius ആൻഡ് മറ്റേൽ 640 degree Celsius. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് എന്താണ്? ഇവിടെ നമുക്ക് 2 കണ്ടീഷൻസാണ് പറഞ്ഞത്. അതായത് 20 ഡിഗ്രി സെൽഷ്യസിൽ 2 MV ആണ് കിട്ടുന്നത്, 40 ഡിഗ്രി സെൽഷ്യസിൽ 6 MV ആണ് കിട്ടുന്നത്. അപ്പം ഇത് എന്താണ്? ഈ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ടാണ് 20 ഡിഗ്രി 40, ഇത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇൻപുട്ട് ചേഞ്ച് നമുക്ക് എങ്ങനെ നോക്കാം? 40/20 അല്ലേ? 40 - 20. അപ്പോൾ ഇൻപുട്ട് ചേഞ്ച് 20 ആണ്, ഔട്ട്പുട്ട് ചേഞ്ച് എത്ര വരിക? 6 - 2 4. ഓക്കെ, അപ്പം 6 - 2 4 ആണ് ഇൻപുട്ട് ചേഞ്ച്. ഓക്കെ, ഇതാ dy എന്താ? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, ആൻഡ് 40 - 20 ഇൻപുട്ട് ചേഞ്ച്, താഴെ നമ്മൾ ഇൻപുട്ട് ചേഞ്ചാണ് കൊടുക്കുക. ഓക്കെ, അപ്പം 20, അപ്പോൾ 4/20 0.2 കിട്ടും. അപ്പം ഇതാണ് സെൻസിറ്റിവിറ്റിൻ്റെ വാല്യൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സെൻസിറ്റിവിറ്റി എന്താണെന്ന് കിട്ടി. ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ കണ്ടീഷനിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് സെൻസിറ്റിവിറ്റി ഡിറ്റർമൈൻസ് ഹൗ എഫക്റ്റീവ് എ ട്രാൻസ്ഡ്യൂസർ റെസ്പോണ്ട് ടു ഇൻപുട്ട് വേരിയേഷൻ. അപ്പോൾ ചെറിയ ഇൻപുട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ വരെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഹൈ സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ആക്യുറസി കൂട്ടും. ഓക്കെ, പിന്നെ യൂസ്ഫുൾ ഇൻ ഡിറ്റക്ടിങ് സ്മോൾ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് ഇസ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Resolution is the smallest change in the input quantity that can be detected by a transducer or measuring instrument. Okay, അപ്പം നമ്മളിപ്പോൾ ഒരു സ്കെയിലിൽ ഒരു 5.3 സെൻറ്റിമീറ്റർ അളക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് സ്കെയിലിൽ അളക്കാൻ ഭയങ്കര പണിയാവും, കാരണം സ്കെയിലിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇത്രയും എന്താ പറയുക, ഈ ഒരു സ്കെയിലിൽ നമുക്ക് മിനിമം ഒരു സ്കെയിൽ നമുക്ക് 0.1 ചെയ്യുക, ബട്ട് അതിലുള്ള ആക്യുറേറ്റ് വാല്യൂസ് 1 സെൻറ്റിമീറ്റർ ഡിഫറൻസിലാണ്. ഓക്കെ, അതാണ് അതിൻ്റെ റെസൊല്യൂഷൻ. അപ്പോൾ നമ്മളൊരു സ്കെയിലിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ഒരു ട്രാൻസ്ഡ്യൂസറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയതാണ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പം അതേപോലെ തന്നെ ഇഫ് ദ ഇൻപുട്ട് ചേഞ്ചസ്, ഒരു സ്മോൾ ക്വാണ്ടിറ്റി വെച്ച് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പം ഔട്ട്പുട്ട് ചേഞ്ച് ആവില്ല, റെസൊല്യൂഷനിൽ ചേഞ്ച് ആവില്ല. ഓക്കെ, when the input is increasing gradually the output may remains unchanged. കണ്ടോ, ഔട്ട്പുട്ട് ചേഞ്ച് ആവില്ല until the input exceeds a certain minimum value. അതായത് ഇപ്പം സ്കെയിലിൽ നമ്മളിപ്പം 6.3 അളക്കാണ്. ഓക്കെ, അപ്പോൾ ആ 0.3 എന്നുള്ള വാല്യൂ നമുക്ക് സ്കെയിലിൽ അളക്കാൻ പറ്റൂല. ഓക്കെ, അപ്പം നമ്മൾ അതെന്താക്കും? 6 ആക്കി എടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പം ഇപ്പോൾ ഒരു പൈസ 100 rupees and 50 paise വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കും? അത് 100 കൊടുക്കും, അല്ലെങ്കിൽ 101 കൊടുക്കും. 100 ആണ് നമ്മൾ പൊതുവേ കൊടുക്കുക. ഓക്കെ, അതെന്താ 0.50 എന്ന് വെച്ചാൽ നമുക്ക് പൈസ 0.50 പൈസ ഒന്നും ഇല്ലല്ലോ അപ്പം. ഓക്കെ, അതാണ് റെസൊല്യൂഷൻ. മനസ്സിലായോ? A transducer with high resolution
can detect very small changes in the measured quantity and therefore provides more detailed measurements. Okay. For example, consider a voltmeter with range. അപ്പോൾ വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് 0 to 10 വോൾട്ടാണ്. അതുമേലെ 100 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ റെസൊല്യൂഷൻ ഇങ്ങനെ റേഞ്ച് ബൈ നമ്പർ ഓഫ് ഡിസിഷൻ. ഇതാണ് റെസൊല്യൂഷൻ്റെ ഈക്വേഷൻ നോക്കിക്കണം കേട്ടോ. ഓക്കെ, സോ അതാണ് റെസൊല്യൂഷൻ. ആൻഡ് റെസൊല്യൂഷൻ അപ്പോൾ 10/100 വരും. അത് എത്ര? 0.1. അതാണ് ഈ വോൾട്ട് മീറ്ററിൻ്റെ റെസൊല്യൂഷൻ. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിന് ഒരു 0.1 ചേഞ്ച് വന്നാൽ അത് ഡിറ്റക്റ്റ് ചെയ്യും. അതിൻ്റെ താഴെ വന്നാൽ അത് ഡിറ്റക്റ്റ് ചെയ്യാം ഓക്കെ പറ്റില്ല. കനോട്ട് ഡിറ്റക്ട് ചേഞ്ചസ് സ്മോളർ ദാൻ 0.1 വോൾട്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്മോൾ വാല്യൂസ് വരെ മെഷർ ചെയ്യുക. ഹൈ റെസൊല്യൂഷൻ ആകുമ്പം ഹൈ ഡീറ്റെയിൽഡ് മെഷേഴ്സ് നമുക്ക് കിട്ടും. പിന്നെ പ്രിസിഷൻ വാല്യൂസിലൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? സോ ഇതാണ് സെൻസിറ്റിവിറ്റി ആൻഡ് റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് 2 ടൈപ്പ് പറയാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് രണ്ട് ടൈപ്പിൻ്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അതാണ് ഹിസ്റ്റെറിസിസ് ആൻഡ് ലീനിയാരിറ്റി. ഓക്കെ, ഹിസ്റ്റെറിസിസ് ആൻഡ് ലീനിയാരിറ്റി ആരെങ്കിലും മുമ്പ് കേട്ടണോ? ആ വേർഡ് എന്താണെന്നൊക്കെ? It's the difference in the output of a transducer for the same input value when the input is approached from 2 different directions, namely increasing and decreasing. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതുവരെ പ്രിസിഷൻ ആക്യുറസി ഇതൊക്കെ പറഞ്ഞൊരു ഡിഫറെൻറ്റ് തിങ് ആണ് ഇത്. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സപ്പോസ് നമ്മളിപ്പോൾ ഒരു സ്റ്റെയർ കേസ് കയറാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ പിന്നെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് ഇറങ്ങുമ്പോഴും നമ്മളെ പൊസിഷനൊക്കെ സെയിം ആവും. കാരണം നമ്മൾ മുകളിലേക്ക് പോകണം അതേപോലെ തന്നെയാണ് താഴേക്കും ഇറങ്ങുക. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ ഒരു ഐഡിയൽ സെൻസർ ആണെന്നുണ്ടെങ്കിൽ ആ സെൻസർ സെയിം ഔട്ട്പുട്ടും സെയിം ഇൻപുട്ടും പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പം സെയിം വാല്യൂസും ഡിക്രീസ് ചെയ്യുമ്പം സെയിം വാല്യൂസും പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് എപ്പോഴും ആക്യുറേറ്റ് ആവണമെന്നില്ല, കാരണം വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. ഓക്കെ, ആ ഒരു ഡിഫറൻസിനാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? In an ideal transducer, the output for a given input should be the same regardless of whether the input is increasing or decreasing. ഓക്കെ, അപ്പോൾ ഈ ഫ്രിക്ഷന്, മാഗ്നറ്റിക് എഫക്റ്റ്, മെക്കാനിക്കൽ ഡിഫോർമേഷൻ ഇങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സ് കാരണം അതെപ്പോഴും മാറും. ഓക്കെ, അങ്ങനെയുള്ള ദ മാക്സിമം ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഔട്ട്പുട്ട് ഇസ് നോൺ ആസ് ഹിസ്റ്റെറിസിസ് എറർ. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരേ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 10 കിട്ടി. പിന്നെ നമ്മൾ അതേ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 10.1 കിട്ടുള്ളൂ. മനസ്സിലായോ? സെയിം നമ്മൾ ചെയ്ത പക്ഷേ ഔട്ട്പുട്ടിൽ ഡിഫറൻസ് വരും. അതാണ് ഇത്. സോ കൺസിഡർ പ്രഷർ സെൻസർ. ഓക്കെ, അപ്പോൾ പ്രഷർ 50 kPa എന്ന് പറഞ്ഞാൽ പ്രഷറുണ്ട്. ഓക്കെ, അത് 50 ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 4.8 കിട്ടും. രണ്ടാമത് നമ്മളത് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് 4.6 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് തെറ്റാണ്. മനസ്സിലായോ? ഡിഫറെൻ്റ് ആയി. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു സ്ഥലത്തെത്തി, റിട്ടേൺ വരുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്തിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഡിഫറൻസാണ് ഹിസ്റ്റെറിസിസ് എറർ. പിന്നെ ലീനിയാരിറ്റി. ഓക്കെ, ലീനിയാരിറ്റി എന്താ അറിയോ? നമ്മളിപ്പം ഒരു ഇൻപുട്ട് കൊടുക്കുമ്പം അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരിക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ആക്സിലേറ്റർ കൊടുക്കുകയാണ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ കുറച്ച് കൊടുത്താൽ കുറച്ച് സ്പീഡ് കൂടും, കുറേ കൊടുത്താൽ കുറേ സ്പീഡ് കൂടും. ഓക്കെ, അപ്പം അതാണ് ലീനിയാരിറ്റി. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് അതിനനുസരിച്ച് ഔട്ട്പുട്ടിലും ചേഞ്ച് വരിക. ഓക്കെ, linearity is the ability of a transducers to produce an output that is directly proportional to input. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിലും ചേഞ്ച് വരിക. അപ്പോൾ കാറിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്താൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും. ഓക്കെ, അതാണ് ലീനിയാരിറ്റി. ഐഡിയൽ ട്രാൻസ്ഡ്യൂസർ എക്സിബിറ്റ്സ് എ പെർഫെക്റ്റ്ലി സ്ട്രേറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഐഡിയൽ ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ഗ്രാഫ് മീൻസ് സെയിം സ്ട്രേറ്റ് ലൈൻ ആവും. ഓക്കെ, ഇൻ പ്രാക്ടീസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് മേ ഡീവിയേറ്റ് സ്ലൈറ്റ്ലി ഫ്രം ദ ഐഡിയൽ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, അപ്പം ഇടയ്ക്ക് അത് ഡീവിയേറ്റ് ചെയ്യും. ഈ ഡീവിയേഷനാണ് നമ്മൾ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയാരിറ്റി ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എടുക്കുകയാണ്. ടെമ്പറേച്ചർ 0 വോൾട്ടിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, 5 വോൾട്ടിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഐഡിയലി അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് ദ ഔട്ട്പുട്ട് ഷുഡ് ബി 2.5. ഇഫ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് 2.4, അപ്പം 50 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് ശരിക്കും ഔട്ട്പുട്ട് 50 ഡിഗ്രി ആകുമ്പോൾ ശരിക്കും ഔട്ട്പുട്ട് 2.5 ആണ് കിട്ടേണ്ടത്. പക്ഷേ നമുക്ക് 2.4 കിട്ടി. അപ്പോൾ അവിടെ ചെറിയ ചേഞ്ച് ഇല്ലേ? ഇതിനാണ് ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിൽ ഫസ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഉണ്ട്. ഫസ്റ്റ് കണ്ടോ, ഗ്രാഫിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഹിസ്റ്റെറിസിസിൻ്റെ ഒരു ഗ്രാഫും കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ എന്തൊക്കെ ഉണ്ട്?
മാക്സിമം എറർ ഉണ്ട്, ഐഡിയൽ കർവ് ഉണ്ട്, മെഷേർഡ് കർവ് ഉണ്ട്. ഓക്കെ, ഇത് ലീനിയാരിറ്റിയും ഹിസ്റ്ററിസിസും ആണ് ഈ ഗ്രാഫിൽ കാണിക്കുന്നത്. ഫസ്റ്റത്തെ ഗ്രാഫ് ലീനിയാരിറ്റി ഗ്രാഫാണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഐഡിയൽ കർവ് ഇവിടെ ഉണ്ടോ, ഈ ലൈൻ ഉണ്ട്, സ്ട്രെയിറ്റ് ലൈന്, ഈ ബ്ലൂ ലൈന്, ഇതാണ് ഐഡിയൽ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഐഡിയൽ കർവ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് നമുക്ക് ശരിക്കും ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അതായത് ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും കൂടണം. ഓക്കെ, അതാണ് നമുക്ക് ഇവിടുത്തെ ആക്ച്വൽ ഔട്ട്പുട്ട്. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് കണ്ടോ, നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഇതാണ്, ഈ റെഡ് ലൈൻ. ഐ മീൻ ഇതാണ് നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ കേർവ്ഡ് സാധനമാണ് നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, തെറ്റാണ്. കാരണം ശരിക്കും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഹിസ്റ്ററിസിസും അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രാഫ് ഹിസ്റ്ററിസിസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. എക്സ് ആക്സിസ് ഇസ് ദ ഇൻപുട്ട് ആൻഡ് വൈ ആക്സിസ് ഇസ് ദ ഔട്ട്പുട്ട്. ഓക്കെ, വൈ ആക്സിസ് ഇവിടെ ഔട്ട്പുട്ടാണ്. ഓക്കെ, സോ ഇവിടെ എന്താ, രണ്ട് ഡിഫറെൻറ്റ് കേർവുകളുണ്ട്. ഇങ്ങനൊരു കേർവുണ്ട്, ഇങ്ങനൊരു കേർവുണ്ട്. ഓക്കെ, സോ ഈ ബോത്ത് കേർവ് എക്സാക്ട്ലി ഐഡിയൽ ആണ്. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഒരേപോലെ ഇൻക്രീസിങ് ആകുമ്പോൾ ഡിക്രീസിങ് ആണ്. പക്ഷേ ഇത് രണ്ടും ബോത്ത് കേർവ് ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് ഹിസ്റ്ററിസിസ് പറയുന്നത്. സോ കമ്മിങ് ടു നെക്സ്റ്റ്, ഇറ്റ് ഈസ് റീപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് റിപ്പീറ്റബിലിറ്റി. ഓക്കെ, റീപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് റിപ്പീറ്റബിലിറ്റി ആണ് നെക്സ്റ്റ്. ഓക്കെ, റീപ്രൊഡ്യൂസിബിലിറ്റി എന്താ, റിപ്പീറ്റബിലിറ്റി എന്താ നമുക്ക് പറയാം. So reproducibility is the ability of a transducer or a sensor to produce the same output for same input. Okay, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പം അവിടെ കിട്ടേണ്ട ഔട്ട്പുട്ട് ഇപ്പോൾ 7 ആണ് വിചാരിക്കും. ഓക്കെ, പിന്നെയും 10 ഡിഗ്രിയിൽ 7 തന്നെ കിട്ടും. മനസ്സിലായോ? സെയിം ഇൻപുട്ട് കൊടുക്കുമ്പം സെയിം ഔട്ട്പുട്ട് കിട്ടുന്നതാണ് റീപ്രൊഡ്യൂസിബിലിറ്റി. അത് പിന്നെയും സെയിം സാധനം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ചെയ്താൽ തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലബോറട്ടറിയിൽ ആ സെൻസർ വെച്ചപ്പോൾ അവിടെ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, പിന്നെ അതൊരു ക്ലാസ് റൂമിൽ വെക്കുമ്പോഴും അത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇത്, എന്താ പറയുക, സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ. ഓക്കെ, അപ്പം ഇതിനാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ടു പ്രൊഡ്യൂസ് സെയിം ഔട്ട്പുട്ട് ഫോർ സെയിം ഇൻപുട്ട് ഈവൻ മെഷർമെൻറ്റ് ആർ ക്യാരിഡ് ഔട്ട് അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ചെയ്താൽ. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ലാബിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേറ്ററൊക്കെ വെച്ച് ചെയ്താലൊക്കെ സെയിം കിട്ടുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻസ് എന്തൊക്കെ, ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ എക്സ്പെരിമെൻറ്റ് ഇന്ന് ചെയ്യും, വേറൊരാൾ അത് നാളെ ചെയ്യും. അപ്പോഴും സെയിം റിസൾട്ട് കിട്ടുമ്പം അത് ഗുഡ് റീപ്രൊഡ്യൂസിബിലിറ്റി ആണ് അതിനുള്ളത്, ആ സെൻസറിന്. ഓക്കെ, ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ചിലപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാവും ചെയ്യാം, അപ്പോൾ നമുക്ക് സെയിം ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ ഡിഫറെൻറ്റ് രണ്ട് ലാബിലാവും ഈ സെൻസർ കൊണ്ടുപോയി വെച്ചിട്ട് ചെയ്യുക, അപ്പോഴും സെയിം കിട്ടിയാൽ അതിന് നല്ല റീപ്രൊഡ്യൂസിബിലിറ്റി ആണ്. പിന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, അതായത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ ചേഞ്ച് ചെയ്യും. പക്ഷേ എന്നാലും സെയിം വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ ട്രാൻസ്ഡ്യൂസർ ഗുഡ് ആണെന്നാണ് അർത്ഥം. ദെൻ ലോങ് ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ മെഷർമെൻറ്റ്സ്, അപ്പം ഒന്ന് നമ്മൾ ഒരു ദിവസം ചെയ്തു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അപ്പോഴും വാല്യൂസ് റിമെയിൻ സെയിം ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീപ്രൊഡ്യൂസിബിലിറ്റി ഗുഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിപ്പീറ്റബിലിറ്റി. ഓക്കെ, റിപ്പീറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും everything remains exactly the same. Okay, repeatability is the ability of a transducer to produce the same output repeatedly when the same input is applied under identical condition. അപ്പോൾ എപ്പോൾ നോക്കുമ്പോഴും സെയിം ഇൻപുട്ടും സെയിം ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് റിപ്പീറ്റബിലിറ്റി. ഓക്കെ, അപ്പം ദ കണ്ടീഷൻ മേ അൺചേഞ്ച്ഡ്, അതായത് ഓപ്പറേറ്റർ മാറിയാലും മാറൂല, ഇൻസ്ട്രുമെൻറ്റ് മാറിയാലും മാറൂല, അതേപോലെ ലാബ്, അപ്പം സെയിം ലാബിൽ ചെയ്താൽ എങ്ങനെ ആയാലും റിപ്പീറ്റ് സെയിം ആണ് വരിക. Okay, so if a temperature sensor measures a temperature 50 degree and repeatedly produces the same output in each time the measurement is taken out identical condition, അപ്പോൾ അങ്ങനെ ആകുമ്പം ആ സെൻസറിന് നല്ല റിപ്പീറ്റബിലിറ്റി ആണ്. ഓക്കെ, ഇതാണ് റിപ്പീറ്റബിലിറ്റിയും റീപ്രൊഡ്യൂസിബിലിറ്റിയും. മനസ്സിലായില്ലേ? നെക്സ്റ്റ് വി ഹാവ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റാറ്റിക് ആണ്. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഈ സ്റ്റാറ്റിക് എന്താ, മെഷേർഡ് ക്വാണ്ടിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ അൺചേഞ്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര മൈന്യൂട്ട് ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ഡൈനാമിക് ആകുമ്പോൾ എന്താണ്, ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ട് ചേഞ്ച് ചെയ്യും, അതേപോലെ തന്നെ ഔട്ട്പുട്ടൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആവും ഉണ്ടാവുക. ഓക്കെ, so dynamic characteristics describe the behavior of a transducer when the input quantity changes with time. ഓക്കെ, ഇൻപുട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും ടൈമിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആക്യുറസിയും ഒക്കെ ഭയങ്കര വേരിയേഷൻ വരും. ഓക്കെ,
Unlike static characteristics, which are evaluated under steady state conditions. അതായത് ഈ സ്റ്റാറ്റിക്കൽ സ്റ്റഡി കണ്ടീഷൻസിലാണ് ചെയ്യുന്നത്. ഡൈനാമിക് ആകുമ്പോൾ റാപ്പിഡ്ലി ചേഞ്ചസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താ, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ളൊരു കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പിനാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദ ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രാഫിലാണ് അത് പൊതുവെ കാണിക്കുക. ഇറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് എ ഗ്രാഫ് നോൺ ആസ് എ ട്രാൻസ്ഫർ കർവ്. അപ്പോൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അതൊരു ഗ്രാഫിലാണ് ഔട്ട്പുട്ടായിട്ട് കാണിക്കുക. ട്രാൻസ്ഫർ ഗ്രാഫ് എന്നതിന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കർവ് എന്നതിന് പറയാം. ഓക്കെ, so the transfer characteristics helps determine how the output changes when ഇൻപുട്ടിൽ വേരിയേഷൻ. ഓക്കെ, ഇൻപുട്ടിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ് അതിൽ കാണിക്കുക. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓവറോൾ ബിഹേവിയർ ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ കാണിക്കും. ലീനിയാരിറ്റിയും സെൻസിറ്റിവിറ്റിയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ പെർഫോമൻസ് അനാലിസിസിലും കാലിബ്രേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്, നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണ്, വി ആർ ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, സോ ചില സ്പീക്കേഴ്സ്, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ചില സ്പീക്കർ ലോ ഫ്രീക്വൻസി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ചിലതെന്താണ് നല്ല എന്താ പറയുക, ഒരു ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി, അങ്ങനെ ഒരു നല്ലൊരു റേഞ്ചിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതേപോലെ തന്നെ ട്രാൻസ്ഡ്യൂസറിനും ഫ്രീക്വൻസി റേഞ്ചുകളുണ്ട്. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിസ്ക്രൈബ് ഹൗ ദ ഔട്ട്പുട്ട് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ചേഞ്ചസ് വിത്ത് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറുമ്പം ഔട്ട്പുട്ട് എങ്ങനെ മാറും, അതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസറിന് ആക്യുറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ടു ആക്യുറേറ്റ്ലി റെസ്പോൺസ് ടു ദ സിഗ്നൽ ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. അപ്പം ഈ ഇൻപുട്ടിലെ ഫ്രീക്വൻസി ഇങ്ങനെ മാറുമ്പോൾ ഔട്ട്പുട്ടിലെ ഫ്രീക്വൻസി മാറുണ്ടോ എന്നുള്ള നോക്കുകയാണിത്. അപ്പോൾ അതിൻ്റെ ആക്യുറസി പറയും ഇത്. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഇസ് ഒബ്റ്റെയിൻ. അപ്പോൾ ഇവിടെയും ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഉണ്ട്. മുകളിൽ പറഞ്ഞ ഈ ട്രാൻസ്ഫറിനും ഒരു ട്രാൻസ്ഫർ കർവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഉണ്ട്. ആ കർവ് നമുക്ക് മനസ്സിലാവും ഫ്രീക്വൻസിയിലുള്ള ചേഞ്ച്. ഓക്കെ, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഡിറ്റർമൈൻ ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് വൈബ്രേഷൻ മെഷർമെൻറ്റ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ മൈക്രോഫോണ്, സ്പീക്കേഴ്സിൽ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ സിഗ്നൽ ഡിസ്റ്റോർഷൻ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. ഓക്കെ, അതായത് സിഗ്നൽ ഡിസ്റ്റോർഷൻസ് ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇമ്പൾസ് റെസ്പോൺസ്. സോ വാട്ട് ഇസ് ഇമ്പൾസ് റെസ്പോൺസ്? Impulse response is the output produced by a transducer when a very short duration input signal called impulse is applied. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ഡ്യൂറേഷനിലുള്ളൊരു ഇൻപുട്ട് സിഗ്നലാണ് ഇമ്പൾസ്. ഓക്കെ, ഇമ്പൾസ് ഇസ് വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഇൻപുട്ട് സിഗ്നൽ, അതിനാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ട്രാൻസ്ഡ്യൂസർ വെൻ ഇമ്പൾസ് ഇസ് അപ്ലൈഡ്. ഒരു ഇമ്പൾസ് കൊടുക്കുമ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് പറഞ്ഞാൽ ഒരു സഡൻ ആയിട്ടുള്ള ഇൻപുട്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വരുന്നതാണ്. ഓക്കെ, സോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ഒരു ഹാമർ വെച്ചിട്ട് നമ്മളൊരു മെറ്റൽ റോഡ് മേലെ അടിക്കുകയാണ്. അപ്പോൾ അതൊരു ഇമ്പൾസാണ്. ഓക്കെ, അത് വെച്ചിട്ട് ഔട്ട്പുട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്, അതാണ് ഇമ്പൾസ് റെസ്പോൺസ്. ഓക്കെ, ഇമ്പൾസ് റെസ്പോൺസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പീഡ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഇൻഡിക്കേറ്റ് ഹൗ ക്വിക്ക്ലി ദ ട്രാൻസ്ഡ്യൂസർ ക്യാൻ റിയാക്ട്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അടി വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഡൈനാമിക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസ്ഡ് ഇൻ സിസ്റ്റം അനാലിസിസ് ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസ്. ഓക്കെ, മനസ്സിലായോ? സോ this is the impulse response. ഓക്കെ, സോ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും നമ്മളിപ്പം പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ആക്യുറസി ഉണ്ട്, പ്രിസിഷൻ ഉണ്ട്, അതേപോലെ റേഞ്ച് ആൻഡ് സ്പാൻ ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട്, റെസൊല്യൂഷൻ, ഹിസ്റ്ററിസിസ് ആൻഡ് ലീനിയാരിറ്റി, അതൊക്കെയാണ്. റീപ്രൊഡ്യൂസിബിലിറ്റി, റിപ്പീറ്റബിലിറ്റി, ഇതൊക്കെയാണ് സ്റ്റാറ്റിക്കിലുള്ളത്. ഡൈനാമിക്കിലാണെങ്കിൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ്, അങ്ങനെ മൂന്നെണ്ണമാണ് ഡൈനാമിക്കിലുള്ളത്. Okay, so these are the characteristics of a transducer. Next is the application of transducers. Transducers are widely used in various fields of measurement, monitoring, control and signal conversions. Okay, അപ്പം ഈ മെഷർമെൻറ്റിനും മോണിറ്ററിങ്ങിനും അതേപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ, സൗണ്ട്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാനൊക്കെ ഇത് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഫസ്റ്റ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. ഓക്കെ,
മെഡിക്കൽ ആപ്ലിക്കേഷൻസിലും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിലും ഡയഗ്നോസ്റ്റിക് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അൾട്രാസൗണ്ട് ഇമേജിങ്ങിൽ, അതേപോലെ MRI സിസ്റ്റത്തിൽ, ECG, ബ്ലഡ് പ്രഷർ അങ്ങനത്തേലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഓഡിയോ ടെക്നോളജി. ഓഡിയോ ടെക്നോളജി പറഞ്ഞാൽ ഈ ട്രാൻസ്ഡ്യൂസർ സൗണ്ട് സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ നമുക്ക് സൗണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുക ട്രാൻസ്ഡ്യൂസേഴ്സിന്. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലൗഡ് സ്പീക്കേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹെഡ്ഫോൺസിൽ, അതേപോലെ തന്നെ ഹിയറിംഗ് എയ്ഡൊക്കെ ഉണ്ടാവുമല്ലോ കേൾക്കാൻ കുഴപ്പമുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ അങ്ങനത്തേലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ. സോ ഇതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സിൽ, പ്രഷേഴ്സൊക്കെ അളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സിൽ, പിന്നെ ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സിലാണെങ്കിൽ ഫ്ലോൻ്റെ റേറ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. പിന്നെ ഗ്യാസ് ആൻഡ് കെമിക്കൽ സെൻസേഴ്സിൽ, അതേപോലെ തന്നെ ലെവൽ സെൻസേഴ്സ്, ഇപ്പം ഒരു ടാങ്കിൻ്റെ ഒക്കെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ സെയിം പോലെ തന്നെ മൈക്രോഫോൺസിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ. ഓക്കെ. അതേപോലെ ഒപ്റ്റിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിൽ, പിന്നെ ആൻറ്റിന സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇസ് എൻവയൺമെൻറ്റൽ മോണിറ്ററിങ് എന്താ? ഒരു വെതർ ഫോർകാസ്റ്റിങ്ങിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൊല്യൂഷൻ കൺട്രോളൊക്കെ നമുക്ക് ഒരു എക്സാമ്പിളാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ വെതർ സ്റ്റേഷൻസിലൊക്കെ ടെമ്പറേച്ചർ അളക്കാൻ, ഹ്യൂമിഡിറ്റി, വിൻഡിൻ്റെ സ്പീഡൊക്കെ അളക്കാനൊക്കെ വെതർ സ്റ്റേഷൻസിൽ. അതേപോലെ തന്നെ റഡാർ സിസ്റ്റംസ്, അതായത് വെതറിൻ്റെ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ടർ ലെവൽ മോണിറ്ററിങ് സിസ്റ്റത്തിൽ, ഇപ്പോൾ ഒരു റിവർ, അതേപോലെ ലേക്ക്, അങ്ങനത്തെ വാട്ടർ ലെവൽസൊക്കെ, അങ്ങനത്തെ റിസർവോയ്സിലൊക്കെ വാട്ടർ ലെവൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ എയർ ക്വാളിറ്റി സെൻസേഴ്സ്, അതായത് പൊല്യൂഷൻ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. സോ ഇതാണ് എൻവയൺമെൻറ്റൽ മോണിറ്ററിങ്. നെക്സ്റ്റ് ഇസ് ദ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻ. സോ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻസിൽ എന്താണ് ഇത് പറഞ്ഞത്? ഇപ്പോൾ ഫ്യൂൽ ലെവൽ സെൻസേഴ്സിൽ, അതായത് ഒരു ഫ്യൂൽ ടാങ്കിലെ ഫ്യൂലിൻ്റെ ലെവൽ, എൻജിൻ ടെമ്പറേച്ചർ, സ്പീഡ് സെൻസേഴ്സ്, വെഹിക്കിൾസിൻ്റെ ഒക്കെ സ്പീഡ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിങ്, അതായത് ഒരു ടയറിൻ്റെ പ്രഷറിൽ മാറ്റുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രൈവറിന് അലേർട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സിജൻ സെൻസേഴ്സിൽ എമിഷൻ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട്, ഗ്യാസ് എമിഷൻസിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ദ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ വരുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുറേ ആപ്ലിക്കേഷൻസിൽ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഫോണിൽ, അതായത് ഇപ്പം നമ്മൾ പറയാം മൈക്രോഫോണ്, സ്പീക്കർ, ഇതൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മളെ ഫോണിലുണ്ടല്ലോ. പിന്നെ ടച്ച് സ്ക്രീൻ, അതായത് നമ്മൾ ഫിംഗർ കൊണ്ട് ഒരു സാധനം തൊടുമ്പം അത് അവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് അത് വർക്ക് ആവുന്നത്. ഓക്കെ. സോ അത് ടച്ച് സ്ക്രീന്. പിന്നെ സ്മാർട്ട് വാച്ചിൽ, ഡിജിറ്റൽ ക്യാമറാസിൽ, പിന്നെ സ്മാർട്ട് ഹോം ആപ്പ് ഡിവൈസസിൽ, ഇപ്പോൾ ഒരു ലൈറ്റൊക്കെ സെൻസ് ചെയ്യുക, അങ്ങനത്തെ ഡിവൈസസിലൊക്കെ അത് യൂസ് ചെയ്യുന്നു. ഓക്കെ.